ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ വിശേഷം എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണ്ടേ? വീഡിയോ കണ്ടു നോക്കണമല്ലോ, ജസ്റ്റ് ഒന്ന് അറിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എഴുന്നേറ്റപ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു അടിപൊളി ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ട്, 2-3 റെസിപ്പിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പിന്നെ ഈ ഒരു ബിരിയാണി അതുപോലെ തന്നെ വേറൊരു റെസിപ്പിയും കൂടി ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഹാൻഡ് വരെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കിടന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കും. അപ്പോൾ എണീച്ചപാട് പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് മെഷീനിലിടാൻ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നലെയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് അതവിടുന്ന് ഇങ്ങനെ കറങ്ങുമല്ലോ. കറങ്ങുന്ന വെച്ചാൽ നമ്മളെ മറ്റുള്ള പണികളെല്ലാം എടുക്കുമ്പോഴത്തേക്ക് ഇതിങ്ങനെ കറങ്ങി വന്ന് ഉണങ്ങിയാലും വരുമല്ലോ. അപ്പോൾ ഈ ഒരു പണി ഫസ്റ്റ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് ഫസ്റ്റ് മെഷീനിൽ ഇടാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ മെഷീൻ ഇരിക്കുന്ന സ്ഥാനം എന്ന് വെച്ചാൽ അതായത് മുകളിലെന്ന് വെച്ചാൽ 2ാം നിലേൻ്റെ പിന്നെ ബാൽക്കണിയിലാണ് ഈ ഒരു മെഷീൻ്റെ ഒരു സ്ഥാനം. അപ്പോൾ അതങ്ങനെ കറങ്ങി വരുന്ന ആ ടൈമോ പിന്നെ ഉണങ്ങി വരുന്ന ആ ടൈമൊക്കെ കൊണ്ട് ഞാൻ വിചാരിച്ച് പിന്നെ നമുക്ക് രാവിലെ എണീച്ചാൽ ഇതാ ചായക്ക് എന്തെങ്കിലും ഒരു കടിക്കാനൊരു എന്തെങ്കിലും കടി വേണം. സ്നാക്സ് ഓൾറെഡി സ്നാക്സ് ഉണ്ടെങ്കിൽ അതായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകും. അല്ലെങ്കിൽ പിന്നെ ബിസ്ക്കറ്റാ, അല്ലെങ്കിൽ പിന്നെ വെറുങ്ങനെ ചായയെങ്കിൽ പിന്നെ നമ്മളെന്താ ചെയ്യുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ചും കൂടി നേരത്തെ ആക്കിയിട്ട് അങ്ങനെ കഴിക്കുക. എല്ലാ നേരം ഇങ്ങനെ കടിയൊന്നും ഉണ്ടാവില്ലേ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട, എല്ലാ നേരം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആക്കുന്നുണ്ട്. അപ്പം ഇതിനെന്ത് ചെയ്യുന്നറിയുക, എണ്ണ ചൂടായിട്ടാകുമ്പോൾ ഇതൊന്ന് പൊരിച്ചെടുക്കലാന്നേ എണ്ണയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ എന്തിനാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കാരണം വെച്ചാൽ നമുക്ക് എന്താ പറയുക, എപ്പോഴും ഒരു പുതുമ നഷ്ടപ്പെടാതെ സ്നാക്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സ്നാക്സാണ്. കുറച്ച് വെറൈറ്റിയുള്ള അതൊക്കെ ഇപ്പം കുറച്ച് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആദ്യമേ കാണുന്നത് ഇത് തന്നെയല്ലേ. കണ്ണൂർ എന്നെല്ലാം വെച്ചാൽ ഇത് എന്താ പറയുക, പുതിയാപ്പിള വീട്ടിൽ കൂടിയാലൊക്കെ ഉണ്ടാക്കുന്ന അത് ഇങ്ങനെയെല്ലാം ഉള്ളത് തന്നെയാണ് രാവിലെ ഉണ്ടാവുക. പക്ഷെ ഇപ്പം പുതിയാപ്പിള വീട്ടിൽ കൂടിയിട്ടൊന്നുമില്ലേ. ഇപ്പം നമുക്ക് ചായക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഇതാ പൊറോട്ട കൊണ്ടുത്തന്ന്. ഇന്ന് കൊണ്ടുത്തന്നല്ല, അതായത് ഞാൻ ഇന്നലെ നൈറ്റിൽ ചപ്പാത്തിയൊന്നും ഉണ്ടാക്കിന്, ഒരുപാട് ഉണ്ടാക്കുകയും ചെയ്ത്. ഉണ്ടാക്കി കഴിഞ്ഞ ശേഷമാണ് അവൾ പൊറോട്ട തരുന്നത്. രാത്രിയാണേ, രാവിലെ അല്ലേ, തലേന്ന് രാത്രി. അപ്പോൾ കൊണ്ടുത്തന്ന ശേഷം എൻ്റെ ചപ്പാത്തി തേച്ച് ബാക്കിയായി. ഞാനെന്ത് ചെയ്തേ, അത് രാവിലെ ചൂടാക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ചാടാൻ തോന്നിയില്ല. 1-2 പ്രശ്നമില്ല. ഇതൊരു കുറേ ഉണ്ടായിപ്പോയി, രാത്രി ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ ചാടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അതങ്ങനെ തന്നെ വെച്ച് ഇപ്പോൾ രാവിലെ ചൂടാക്കാമെന്ന് വെച്ച്. പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കി. ചിക്കൻ കറി അങ്ങനെ അടിപൊളിയാക്കിയിട്ടൊന്നും വെച്ചിട്ടില്ല. പെട്ടെന്ന് ഈ ചപ്പാത്തിക്ക് ഒരു കോമ്പിനേഷൻ ഇതന്നെയല്ലേ. കയ്യിലുള്ള മല്ലിയിലയും പുതിനയിലയൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ആ ബോക്സ് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയ ശേഷം ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്തിട്ട് ആദ്യം ഫ്രിഡ്ജിൽ വെക്കും. ആ ഒരു വിശേഷങ്ങൾ കാണുകയും ചെയ്ത് ഞാൻ പറയുകയും ചെയ്ത്. ഇനി നെക്സ്റ്റ് പരിപാടി ഇതാ ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3 കഷ്ണം ഇഞ്ചി, ഒരു 8-9 ഇല്ലി വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 5-6 പിന്നെ പച്ചമുളകും, ഒരു ഒനിയൻ സവാള,
അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിന്നെ പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. പിന്നെ നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഇതൊക്കെ കൂട്ടിയെടുക്കുക. കുറക്കണ്ട, കൂട്ടുന്നതാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുക. അതായത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂട്ടിയെടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു 3/4 കപ്പോളം തൈര് ആണ്. കൂട്ടിയെടുക്കണ്ട, കാരണം വെച്ചാൽ നമ്മളെ നാട്ടിലെ തൈരല്ലേ. പിന്നെ ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ അത് ഒരു 2 ടീസ്പൂണോളം എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5-6 ഗ്രാമ്പു, അതുപോലെ തന്നെ ഏലക്കായ, പിന്നെ ഇതാ അല്പം പിന്നെ കുരുമുളക്. അത് പിന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യേ. ചിലർക്ക് അതിങ്ങനെ കടിക്കുമ്പോഴൊക്കെ അത് ഇഷ്ടാവില്ല, പക്ഷെ എനിക്ക് രസമാണ് കേട്ടോ. ചോറിൻ്റെ കൂടി ഇത് കടിക്കുമ്പോൾ നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട്, അപ്പോൾ അത് ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇതിലേക്ക് പുതിന ഇലയും അതുപോലെ തന്നെ മല്ലിയിലയും എടുക്കുക. പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ ആ പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് അത് നിങ്ങളെ ഒരു സൗകര്യം. എന്നിട്ട് ഇതൊന്ന് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ അതിന് ശേഷം 1.5 മണിക്കൂറിന് ശേഷം ടൈമിങ് നിങ്ങളെ അതിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതുപോലെ ഒരു പാൻ ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3-4 ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഏതെണ്ണയാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂണ് RKG കൂടി നെയ്യ് ഉണ്ടല്ലോ, അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ നീരൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ നീരും കൂടി ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. കാരണം വെച്ചാൽ നമ്മൾ ദം ചെയ്യുമ്പോൾ പിന്നെ ഈ ഒരു മസാല അല്ലേ അതിലേക്ക് ഇടുന്നത്, അപ്പോൾ നീരുണ്ടായാൽ നല്ലതാണ്. ഇനി അഥവാൽ കുറച്ച് നീരോടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മളെ ആ മസാല ഉണ്ടാക്കി വെച്ചാൽ ഒരു കോപ്പ ഉണ്ടാവില്ലേ, അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. കുറുകി വരുമല്ലോ, അപ്പോൾ നന്ന ലൂസും വേണ്ട, ഒരുപാട് അങ്ങനെ തിക്കായിട്ട് വേണ്ട, ഒരു പരമാവധി അത് ഏകദേശം എനിക്ക് മനസ്സിലാവില്ല ആ ഒരു രൂപത്തിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണേ. അപ്പോൾ റൈസിന് വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്ന ശേഷം ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ഏലക്കായ, പിന്നെ മല്ലിയില, പുതിന ഇല അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണേ. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും റൈസിന്. പിന്നെ ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം ഓയിൽ വെച്ച് കൊടുക്കുക. പിന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അല്പമല്ല, നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. മറ്റേ ബസ്മതി റൈസാ സല്ല റൈസാ അത് ഏതായാലും കുഴപ്പമില്ല, അതിട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റൈസ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ 3/4 ഭാഗം മാത്രമേ വെന്ത് കിട്ടുന്നുള്ളൂ കേട്ടോ, ഒരുപാട് വെന്ത് ഓടയുണ്ട. അപ്പോൾ ഒരു വൃത്തിയുണ്ട്. ഇനി അഥവാ വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഊറ്റിയെടുക്കുകയും ചെയ്യാം. നെയ്ച്ചോറാക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്, ഊറ്റിയെടുക്കുന്ന സംഭവമാണല്ലോ, അങ്ങനെയാണല്ലോ ഞാൻ റൈസ് വേവിക്കുന്നത്. അപ്പോൾ പ്രശ്നമില്ല കേട്ടോ, വെള്ളം ഊറ്റി എടുക്കുക. പിന്നെ നമ്മൾ ആ റൈസിൻ്റെ കാര്യം മാത്രമേ ശ്രദ്ധിക്കണ്ടൂ, ഒരുപാടങ്ങ് വെന്തുടയാൻ പാടില്ല. പിന്നെ ഞാൻ ഇപ്പോൾ പിന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മസാല വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറമെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് അടച്ചിട്ട് കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണേ. അപ്പോൾ നമ്മൾ മസാല റൈസൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആറാൻ വെക്കുന്ന വെച്ചാൽ അത് ഡ്രൈ ആക്കി വെക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ റൈസ്, അപ്പോൾ അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല, തന്നെ ലെങ്ത്ത് കൂടി വീഡിയോൻ്റെ. അപ്പോൾ അതൊക്കെ ചെയ്ത ശേഷം ഇങ്ങനെ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക.
റൈസ് പകുതി ഇട്ട് കൊടുക്കുക. അങ്ങനെ പകുതി ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. മസാല പകുതി ഇട്ട് കൊടുക്കണ്ടേ. അങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ വീണ്ടും ഇതിലേക്ക് റൈസ് തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഫുഡ് കളറും കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കളർ ഒരുപാട് ഓവറാക്കണ്ട. അപ്പോൾ പിന്നെ എന്താ പറയുക, കളറിൽ കുളിച്ച പോലെ ആയിപ്പോൾ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ പൊരിച്ച ഉള്ളിയും കൂടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന മുഴുവൻ മസാല ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ്, അപ്പോൾ ഞാൻ പിന്നെ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ലെവലാക്കിയ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ആദ്യം റൈസ് ഇട്ട് കൊടുക്കുക. ബാക്കി വരുന്ന ഫുൾ റൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ലെയറായിട്ടാണ് ദമ്മിടുന്നതെന്ന്. അപ്പോൾ അതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുകളിലായിട്ട് പൊരിച്ച ഉള്ളിയും പിന്നെ ബാക്കി വരുന്ന പുതിനയിലയും മല്ലിയിലെല്ലാം ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ ചോയ്സ്. എന്നിട്ട് അതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് പിന്നെ ഒരു 15 to 25 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വീണ്ടും അവിടെ തന്നെ കൊണ്ടുവയ്ക്കുക എന്ന് വെച്ചാൽ ഗ്യാസ് മേലെ പിന്നെ എവിടെയെന്നാണ് നിങ്ങൾ കുക്ക് ചെയ്യുന്നത് അവിടെ തന്നെ വീണ്ടും കൊണ്ടുവയ്ക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ 25 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ 25 മിനിറ്റിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാന്ന് വെറുതെ പറയില്ല. അപ്പോൾ ഞാൻ ഒരു റെസിപ്പിയും കൂടി ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോയി. നെക്സ്റ്റ് വീഡിയോയിൽ അത് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.